സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോംലി വണ്ടേഴ്സ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ചിക്കൻ ബിരിയാണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ താരം ചിക്കൻ ബിരിയാണി. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ. അതിനായി നമുക്ക് സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില, പൊന്ന്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് കൈമ റൈസ് വേണം, പിന്നെ നമുക്ക് പുളിയില്ലാത്ത തൈര് വേണം, കറുകപ്പെട്ട ഗ്രാമ്പൂ ഇതൊക്കെ വേണം. പിന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണത്. പിന്നെ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കോൺഫ്ലോറും വേണം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് സവാള, തക്കാളി കട്ട് ചെയ്തെടുക്കാം. മല്ലിയിലയും പുതിയ അരിഞ്ഞെടുക്കണം, എല്ലാം പേസ്റ്റ് ആക്കി വെക്കണം. പിന്നെ നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യണം. കോൺഫ്ലവർ നമ്മൾ ചിക്കൻ എത്രത്തോളം അതിൽ കവർ ചെയ്യണം അത്രത്തോളം നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ചില്ലി ഗാർലിക് പേസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചത് അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് കേർഡ് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി ആ സാധനങ്ങളൊക്കെ ഇടണം. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്ത ബാറ്ററിലോട്ട് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ നേരത്തെ ഓൾറെഡി കുറച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനായിരുന്നു. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ സവാള ഇടണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനോട് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ജാതിപത്രിയുടെ ഇല, ജീരകം എല്ലാം ഇടാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബേ ലീഫ് ഇല്ല, അത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അതും ഇടാം കേട്ടോ. അതിലോട്ട് നമ്മൾ ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ചില്ലി ഗാർലിക് പേസ്റ്റ്, ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പറയാത്തതിൻ്റെ കാരണം ഇതിൽ കൂടുതലും ചില്ലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സവാളയിലോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണം. അതേപോലെ ഈ വാട്ടറിൻ്റെ മിക്സിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. ഇനി ഈ ഒരു വാട്ടറിലോട്ട് നമ്മളിനി റൈസ് ഇടണം, കൈമ റൈസ് ഇടണം. അപ്പോൾ നമ്മൾ ഈ സവാള മറക്കരുതേ. ഈ റൈസ് ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമ്മളത് അടച്ച് വയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ സവാള മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് തണുത്ത ആ സവാള നമ്മൾ പാനിലെടുത്ത് ആ പാനിലോട്ട് നമ്മൾ ഈ ചില്ലി ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം ഐറ്റം, അതായത് ഈ ചില്ലി ഗാർലിക് പേസ്റ്റും മുളകും ഇട്ടതിലേക്ക് നമ്മൾ തക്കാളിയും പിന്നെ ഉപ്പും മുളകും ഇട്ടതാണ്. അത് കാണിക്കാൻ ആക്ച്വലി മറന്നുപോയി. ആദ്യം ഇച്ചിരി ഉപ്പും മുളകും ഇട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ കുറച്ചിട്ടിട്ട് അങ്ങനെ പോകണം. ഇതാണ് നമ്മൾ ഒന്നും കൂടി ഇട്ടത്.
ഇതെന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടി നേരത്തെ മാറ്റിയെടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡിയായി. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് റൈസ് ഇടണം. അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി പുതിനയില ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കവർ ചെയ്ത് ഇച്ചിരി നെയ്യ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇവിടെ ഇതാണ് ആക്ച്വലി ദമ്മിടുന്ന ഭാഗം. അപ്പോൾ കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.